എതിരാളികളിൽ രണ്ടുപേര് പുറത്തു പോകുന്നതിന്റെ സന്തോഷമല്ല റസ്മിന്റെ മുഖത്ത് ഞാൻ കണ്ടത് ഈ ഒരു സ്പോട്ട് എവിക്ഷൻ പ്രോമോയില്. ഇത് ഒരുപാട് പേര് എടുത്തു കാണിച്ചിട്ടുണ്ടായിരുന്നു. റസ്മിന് ഏറെക്കുറെ അറിയാം കാര്യങ്ങളൊക്കെ. അപ്പോ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു കാര്യം തറപ്പിച്ച് പറയാം. ജിൻഡോ, ഗബ്രി എന്നിവര് ഒന്നിച്ച് സീക്രട്ട് റൂമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇതാണ് നമുക്ക് നമ്മുടെ സോഴ്സ് തന്ന ആ ഒരു അപ്ഡേറ്റ്. ഹൗസിലുള്ളവർക്ക് അറിയത്തില്ല ഇവര് സീക്രട്ട് റൂമിലാണോ ഉള്ളത് എന്നുള്ളൊരു കാര്യം. എപ്പോഴത്തെയും പോലെ അല്ലെങ്കിൽ പിന്നെ ഇതിനെ സീക്രട്ട് റൂമിൽ നിന്ന് വിളിക്കണ്ടല്ലോ, വെറുതെ റൂമിൽ നിന്ന് വിളിച്ചാൽ പോരെ. പിന്നെ നമുക്ക് അറിയാൻ സാധിച്ച മറ്റൊരു അപ്ഡേറ്റ് ആണ്, ജിൻഡോയ്ക്കും ഗബ്രിക്കും ലാലേട്ടൻ സ്റ്റേജിൽ വിളിച്ചൊരു വാർണിംഗ് കൊടുത്തു. സീസൺ 4 നമ്മുടെ നിമിഷയ്ക്കൊക്കെ കൊടുത്ത ഒരു സെക്കൻഡ് ചാൻസ് ആണ് ലാലേട്ടൻ ഇവർക്ക് കൊടുക്കുന്നത്. ഇജക്ഷനിൽ നിന്ന് ഒരു സെക്കൻഡ് ചാൻസ്. അത് പറഞ്ഞാണ് ഇവര് രണ്ടുപേരെയും ഒന്നിച്ച് അത് എടുത്തു പറയണം. രണ്ടുപേരും ഒന്നിച്ചാണ് സീക്രട്ട് റൂമിലേക്ക് പ്രവേശിക്കുന്നത്, ജിൻഡോയും ഗബ്രിയും. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വൈൽഡ് കാർഡുകൾക്കുള്ള ഒരു മുട്ടൻ പണി തന്നെയാണ്. ഇവർ രണ്ടുപേരും ഔട്ടായി എന്നോർത്ത് സമാധാനിച്ച് വൈൽഡ് കാർഡുകൾ കയറും, എന്നിട്ട് കളിക്കും. അവിടെ ഉള്ളവർ അതനുസരിച്ച് കളിക്കും. അപ്പോഴത്തേക്ക് ഇവരെ തിരിച്ച് കയറ്റി വിടും. അപ്പോൾ എല്ലാവരുടെയും കിളി പോവും. ആ രീതിയിലുള്ള ഒരു റിവേഴ്സ് കാർഡ് പരിപാടിയാണ് നമ്മുടെ തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഒത്തിരി നടക്കാറുള്ള പരിപാടിയാണ്. ഗബ്രിയും ജിൻഡോയും തമ്മിൽ സീക്രട്ട് റൂമിൽ വെച്ച് ഏറ്റുമുട്ടാനുള്ള എല്ലാ സാധ്യതയും പിന്നെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കാരണം ജിൻഡോയ്ക്ക് ഗബ്രിയോട് വലിയ ശത്രുതയൊന്നും ഇല്ലെങ്കിലും പേഴ്സണലായിട്ട് ഇല്ലെങ്കിലും ഗബ്രി അങ്ങനെയല്ല, നല്ല രീതിയിലുള്ള പക വെച്ച് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ജിൻഡോ ഗെയിമായി കാണും. എന്തായാലും ഈ ഒരു സീക്രട്ട് റൂം ടാസ്ക് പൊളിച്ചെടുക്കും. ആദ്യമായിട്ടാണ് രണ്ട് ശത്രുക്കളെ ഇങ്ങനെ കയറ്റി വിടുന്നത് നമ്മുടെ സീക്രട്ട് റൂമിലേക്ക്. ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായിട്ടാണ്. പൊളിച്ചെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.